നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC ബാഴ്സലോണയുടെ അശ്വമേധം തുടരുകയാണ്. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് അവർ ബ്രസ്റ്റിനെതിരെ നേടിയിരിക്കുന്നത്. അതോടുകൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് അവർ ഉയർന്നിട്ടുണ്ട്. റോബർട്ട് ലെവൻഡോസ്കി ഇരട്ട ഗോളുകൾ നേടിയ മത്സരമാണ്. ഡാനി ഓൽമോ ഒരു ഗോൾ അവർക്ക് വേണ്ടി നേടുകയുണ്ടായി. 3-0 തകർപ്പൻ വിജയം. ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കിയും ലോപ്പസും ഡാനി ഓൽമോയും റാഫിഞ്ചയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 10ാമത്തെ മിനിറ്റിൽ തന്നെ പെനാൽറ്റിയിലൂടെ റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സയെ മുന്നിലെത്തിച്ചിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. 2ാം പകുതിയിൽ ഡാനി ഓൽമോ 66ാമത്തെ മിനിറ്റിൽ അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു. ഒടുവിൽ മത്സരം അവസാനിക്കുന്നതിന് മുമ്പ് ഇഞ്ചുറി ടൈമിലാണ് റോബർട്ട് ലെവൻഡോസ്കി തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നത്. അതോടുകൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 100 ഗോളുകൾ എന്ന നാഴികക്കല്ലിലേക്ക് എത്താൻ റോബർട്ട് ലെവൻഡോസ്കിക്ക് സാധിക്കുകയും ചെയ്തിരിക്കുന്നു. മത്സരം 3-0 വിജയിച്ചതോടെ 5 കളികളിൽ നിന്ന് 4 വിജയം, 1 തോൽവി, 12 പോയിന്റുമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണ ഇപ്പോൾ 2ാം സ്ഥാനത്താണുള്ളത്. ഇന്റർ മിലാനാണ് 1ാം സ്ഥാനത്ത്. ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം അവർ ഇന്നലെയും സ്വന്തമാക്കുകയുണ്ടായി. അതോടുകൂടി അവരിപ്പം 5 കളികളിൽ നിന്ന് 13 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതേസമയം ലിവർപൂൾ കളിച്ച് 4 കളികളും വിജയിച്ച് 12 പോയിന്റോടെ നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം അവർ റയലിനെതിരെ കളിക്കുന്നുണ്ട്. പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് 1ാം സ്ഥാനം തിരികെ പിടിക്കാനാവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.